പല ഘട്ടങ്ങളിലും സഭയുടെ പല നിലപാടുകളും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തീവ്രത ഉൾക്കൊണ്ടുകൊണ്ടാണോ നിരന്തരമായിട്ട് ഇതിൻ്റെ ഈ ആക്രമണങ്ങളുടെ ഫ്രീക്വൻസി വർദ്ധിച്ചു വരുന്നു. ആ കണക്കുകൾ കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട്. അത് പബ്ലിക് ഡൊമൈനിലുണ്ട് താനും. പക്ഷേ സഭ ഈ വിഷയങ്ങളെയൊക്കെ അത്രമേൽ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി യോഗം വിളിച്ചു കൂട്ടുന്നു, ക്രിസ്മസിന് വിളിക്കുന്നു, ഈസ്റ്ററിന് വിളിക്കുന്നു, അതുപോലെ തന്നെ കേക്കും വൈനും ഒക്കെ നൽകുന്നു. അതൊക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് വളരെ കോർഡിയലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് അവർ പുറത്തു വരുന്നു. മണിപ്പൂർ കത്തിക്കാളുന്ന സമയത്ത് പോലും അത്തരം നടപടി ഉണ്ടായി. അവിടെ പോലും ആരും ഒന്നും പറഞ്ഞുമില്ല. ആർക്കും അത് പറയാത്തത് എന്ത് എന്നിവിടെ ഭരണകക്ഷിയൊക്കെ കൃത്യമായിട്ട് ചോദിച്ചു. പക്ഷേ ആരും ഒന്നും മിണ്ടിയില്ല. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കത്തോലിക്ക സഭ ചുരുങ്ങിയ പക്ഷം അഭിനന്ദിച്ചില്ലെങ്കിൽ പോലും പരോക്ഷമായിട്ടാണെങ്കിൽ പോലും വ്യാഖ്യാനിച്ചെടുക്കാവുന്ന രീതിയിൽ ചില പ്രയോഗങ്ങളിൽ നന്ദികേടിൻ്റെ വല്ലാത്ത ഒരംശമുണ്ട്. ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ ഇന്ന് പറഞ്ഞ ആ വാചകത്തിൽ സത്യത്തിൽ അതിൻ്റെ ഒരു അംശമുണ്ട്. അദ്ദേഹത്തിന് നാക്കുപിഴ പറ്റിയതാണോ എന്ന് എൻ്റെ സുഹൃത്ത് ഷാബു പ്രസാദിന് പോലും തോന്നി. അങ്ങനെയൊക്കെ പറയാമോ? ഷാബു പ്രസാദ് ഹാപ്പിയാണ്, അദ്ദേഹം നിറഞ്ഞു ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാറുന്നേയില്ല. കാരണം ചാക്കോ കാളാമ്പറമ്പിലിൻ്റെ സംസാരം അദ്ദേഹത്തെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെയൊക്കെ പറയട്ടെ. പക്ഷേ ഒരു കാര്യമുള്ളത്, അതിനകത്ത് ഈ പറഞ്ഞ BJPയുടെ നേതാക്കൾ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറിയെ വിട്ടു, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെ അങ്ങോട്ട് അയച്ചു, ഷാബു പ്രസാദ് ഹിംസെൽഫ് ഡൽഹിക്ക് പോയി, ഇവിടേക്കും പോയി. ഇതൊക്കെ സത്യം. പക്ഷേ BJPയുടെയും കേരളത്തിലെ സംഘപരിവാർ സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് പൊതുമധ്യത്തിൽ എന്തെങ്കിലും രീതിയിൽ ഇത്തരം നടപടികൾ ആവർത്തിച്ചുകൂടാ. കേരളത്തിലെന്നല്ല ഒരിടത്തും ഈ രീതിയിൽ ആരെയും പീഡിപ്പിച്ചുകൂടാ എന്നുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഇറങ്ങിയോ? ഈ നേതാക്കൾ അങ്ങോട്ട് പോയി എന്നതിനപ്പുറത്ത് അത് ചെയ്തതൊക്കെയും ഇവിടുത്തെ സഭയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസ് UDFും LDFും തന്നെയാണ്. അവർ പാർലമെൻറ്റിൽ ഉയർത്തിയ കൊടുങ്കാറ്റാണ് ഈ വിഷയം ഇതുപോലെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അവർ നിരന്തരം അവരുടെ സംഘങ്ങൾ ഈ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോയി, റായ്പൂരിലേക്കും അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ പീഡിക്കപ്പെട്ട അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ദുർഗിലേക്കൊക്കെ പോയി. ഇതല്ലേ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം ഇത് വലിയ വാർത്തയാകാനും ഇത് വലിയ ചർച്ചയാകാനും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പോലും ഇതിലൊരു നിലപാട് എടുക്കേണ്ടിയൊക്കെ വന്നത്. അല്ല, കത്തോലിക്ക സഭയുടെ കേരളത്തിലെ പ്രതിഷേധം കൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ചുരുങ്ങിയ പക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു പ്രക്ഷോഭം, മാസീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, അതിന് കാരണക്കാരായത് അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചത് അത് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളുമാണ്. അവരാണിതിനെ തെരുവിലേക്ക് ഇറക്കിയത്, അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നത്, രാജ്യവ്യാപകമായിട്ട് ചർച്ചയാക്കി മാറ്റിയത്. അത് കത്തോലിക്ക സഭ മനസ്സിലാക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും BJP കൊടുക്കുന്ന BJPയുടെ ഒരു ഘടകകക്ഷി അല്ലെങ്കിൽ BJP ഒപ്പം നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ കക്ഷി ഉണ്ടാക്കിയൊരു പ്രശ്നത്തെ കേരളത്തിലെ BJPയുടെ നേതാക്കൾ ആ കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്രത്തോട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേന്ദ്രത്തിന് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു നിലപാടെടുത്തു. സോ ഫാർ സോ ഗുഡ്. അതിനെ ആരും വില കുറച്ച് കാണുന്നില്ല, അതിനെ ആരും പുച്ഛിച്ച് തള്ളുന്നുമില്ല. പക്ഷെ താങ്കൾ പറഞ്ഞത് എന്താ? BJPക്ക് അത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ വേറെ ചില കക്ഷികൾക്ക് അത് അത്ര വേഗം തീരാതിരിക്കട്ടെ, ആ വിഷയം അങ്ങനെ നീണ്ടുപോകട്ടെ. അങ്ങനെ നീണ്ടുപോയാൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്ന് ചിലരൊക്കെ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ഇത്തിരി കടന്നുപോയ പ്രയോഗം, അല്ലെങ്കിൽ അത് പറയാൻ പാടില്ലാത്തതാണ്. ഒരിക്കൽ കൂടി വിശദീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു നിലയ്ക്കും കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്ത ഒരു പരാമർശം. പിന്നീട് അദ്ദേഹം അത് ബജരംഗദൾ സംഘടനയാണ് അതിന് ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞു. അത് ആളുകൾ മനസ്സിലാക്കട്ടെ. അത് അങ്ങനെയാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. അരിയാഹാരം എന്ന് പറഞ്ഞാൽ ഷാബു പ്രസാദ് ഈ